ഞാനൊരു തുണി എടുത്തിട്ട് എത്ര നാളായി ബാസിയേട്ടാ? എനിക്കെന്താ ബ്ലൗസ് ഇല്ലാത്തത്? അതിന് നീ അളവ് തരണ്ടേ? എന്റെ അളവ് എന്താ ബാസിയേട്ടിന് അറിഞ്ഞൂടെ? അളവിനുള്ള ബ്ലൗസ് താ. എന്റെ ആകെ ഈ ബ്ലൗസേ ഉള്ളൂ. വീട്ടിൽ വന്നാൽ ഞാൻ അയച്ചുതരാം. നീ ഇപ്പൊ പോ, നിന്റെ അളവ് ഞാൻ എടുത്തോളാം. ഞാൻ വേണമെങ്കിലേ അവരുടെ വീട്ടിൽ പോയി അളവിനുള്ള ബ്ലൗസ് കൊണ്ടുവരാൻ ബാസിയേട്ടാ. ഡാടാ കുരങ്ങ, നീ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാ? എന്താ അവിടെ ഇരുന്നാ മതി. എന്തോ ഒരു കൊഴുപ്പായിരുന്നു രഥയാത്രക്ക്. ഫാത്തിമ മാതാവിന്റെ എഴുന്നള്ളിപ്പിന് വരെ ഇത്രയും ജനണ്ടായിട്ടില്ല. ഇനി ഇവറ്റങ്ങൾക്ക് രക്ഷയില്ല. നാളത്തെ ബന്ധു കൂടി ഒന്ന് കഴിയട്ടെ, കൂടിയാൽ 2 ആഴ്ച. അതിനുള്ളിൽ ഇവറ്റകൾ കെട്ടുകെട്ടും. അല്ല മാഷെ, അപ്പൊ ഈ പൂനായ ബില്ലൊക്കെ എടുത്തു കളയില്ലേ? പിന്നെ അല്ലാണ്ടേ. ഇത് കണ്ടോ? കമ്മ്യൂണിസ്റ്റ് രാവണൻ മരിച്ചേ നായർ സ്ത്രീകൾ ഉറങ്ങാവൂ. സംവരണം, ഭൂനയ ബിൽ, വിദ്യാഭ്യാസ ബിൽ, ഇവ 3 നായരെ ദ്രോഹിക്കാൻ. മീനും ചോറും കൊടുത്ത പൊക്കന്റെ ചേരിയിലേക്ക് നീങ്ങിയിരിക്കുന്ന നമ്പൂതിരി. എന്താ കാലത്ത് തന്നെ ഇങ്ങനെ കൂനിക്കൂടി നിക്കണേ? എങ്ങോട്ടും പോണില്ലേ? ഇന്ന് ബന്ധല്ലേ? മറിയാമ്മയുടെ അപ്പൻ പള്ളി പോണില്ലേ? ഞാനില്ല, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. നിങ്ങളുടെ മൂട് എല്ലാവരും പ്രാർത്ഥന ദിവസം പോയി വേഷം മാറ്. മറിയാമ്മ, നീ പള്ളിയിൽ പോയിട്ട് വാ. അയ്യോ, കൊച്ചമ്മ എല്ലാം കേട്ടു. ഈ കാലം കൊച്ചമ്മയ്ക്ക് വിവരം ഉണ്ടടി. വർഗീസേട്ടൻ എന്തെങ്കിലും കുടിക്കണോ? എനിക്കൊന്നും കുടിക്കണ്ട. കൊച്ചമ്മ അമ്പലത്തിലും പോണം, വഴിപാട് കഴിക്കണം. ഞാൻ ഏടിയും പോണില്ല. അങ്ങനെയല്ല കൊച്ചമ്മേ, വിറ്റോള് പോവാൻ വേണ്ടി നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം. ഇവര് വന്നതിന് ശേഷം എല്ലാ മുക്കിലും കള്ളു ഷാപ്പല്ലേ, നാട് നശിപ്പിക്കല്ലേ. ഷാപ്പൊക്കെ പൂട്ടിയ പിന്നെ അപ്പനെ എവിടുന്നാ പൂസാവാ? നീ പോടി, എനിക്ക് കുടിക്കാൻ ഷാപ്പൊന്നും വേണ്ട. ഒരു ഷാപ്പില്ലെങ്കിലും ഈ വർഗീസ് കുടിക്കും, അത് വേറെ. പക്ഷേ ഇവറ്റോളും മുക്കിനും ഷാപ്പും തുറന്ന് ഗാന്ധിജി വിഭാവനം ചെയ്ത നമ്മളെ ഇന്ത്യ. കേരളം മുഴുവൻ ആചരിക്കണ ബന്ധ നമ്മുടെ മണ്ഡലം ഒരു മാതൃക ആയിരിക്കണം. നിങ്ങൾ അത്താണിക്കിലേക്ക് വയ്ക്കും. ഇതാ ഷട്ടുമേൽ കുത്തിക്കോ. നീ വീട്ടിൽ വെക്കോ. അതല്ലടാ, നിന്റെ അച്ഛൻ എസ്റ്റേറ്റിൽ പോയതല്ലേ? അമ്മ മാത്രമല്ലേ ഉള്ളൂ വീട്ടില്. വേഗം വീട്ടിൽ ചെല്ലാൻ നോക്ക്. ഇന്ന് ബന്ധാ. ഇന്ന് ബന്ധാന്ന്. അവസാനം അടുക്കാറായി എന്നർത്ഥം. നീ വാടക കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വാടക വന്നിട്ട് 10 ദിവസമല്ലേ ഉള്ളൂ.
കൃഷ്ണ 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 ഹരേ ഹരേ. ഇതൊക്കെയാകാ എന്റെ ഭക്ഷണം. ജനാധിപത്യ വിരുദ്ധ നടപടികൾ, പൊതുഖജനാവ് ചോർത്തൽ, വിവേചനത്തോടുകൂടിയ സഹകരണ സംഘങ്ങളുടെയും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളുടെയും രൂപീകരണം, വികസന പ്രവർത്തനങ്ങളിലെ കുറ്റകരമായ ഉപേക്ഷ, പോലീസിനെ ഗുണ്ടകളുടെ അജ്ഞാനുവർത്തികളാക്കുക, കൊലക്കുറ്റം ചെയ്ത ജയിൽ പുള്ളികൾക്ക് മാന്യസ്ഥാനം നൽകുക, കോടതി നടപടികളിൽ കൈയിടുക, ഗുണ്ടകളെ ഇറക്കി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, തൊഴിലുണ്ടാക്കാതിരിക്കുക, അരിക്ഷാമം ഉണ്ടാക്കുക, അരിയിടപാടിൽ പണം കൊള്ളയടിക്കുകയും ചെയ്യുക. എന്നീ നടപടികളാൽ ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് ജനപിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നതിനാലും അവർ ഇനി അധികാരത്തിൽ തുടരുന്നത് നാടിന് അത്യന്തം ഹാനികരമായതിനാലും ഉടനടി രാജിവെച്ച് പിരിയണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു. അടികൊണ്ടാലും വെടികൊണ്ടാലും വിറകൊള്ളില്ല മലയാളി. 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 ഗവൺമെന്റ് രാജിവെക്കുക. ഗവൺമെന്റ് രാജിവെക്കുക. ഗവൺമെന്റ് രാജിവെക്കുക. ഗവൺമെന്റ് രാജിവെക്കുക. എന്റെ കർത്താവേ, കൂട്ടമണിയാ, വെടിവയ്പ് നടന്നേന്റെയാ.